വളരെ സൂക്ഷിക്കണം. ഇത് കുഴിച്ചിടുന്നത് മറ്റാരും കാണരുത്. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം മാത്രമേ ഇത് കുഴിച്ചിടാവൂ. ഇത് കഴിയുന്നത് വരെ മത്സ്യമാംസാദികൾ ഒഴിവാക്കണം. ഇത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ട് നിങ്ങൾ ഭയക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. താമസിക്കേണ്ട, പൊയ്ക്കോളൂ. ഞാൻ വരുന്ന കാര്യം വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ആടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്കൊന്ന് ഇവിടെ ഒരു സർപ്രൈസ് കൊടുക്കാം. എല്ലാവരും ഞെട്ടട്ടെ. എന്നാ വണ്ടി ആണോ? നമുക്ക് പോവാം. അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് നമ്മളെ അവൻ പറയുന്നത്. എന്ത് ട്രെൻഡ് ആയാലും എനിക്ക് പിന്നെ മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ല. എനിക്ക് സിമ്പിളാ ഇഷ്ടം. പഠിച്ചോനെ ഇക്ക ഇതെപ്പോഴും മോളെപ്പോഴും ഫോണിൽ തന്നെ ആണല്ലോ. 10 കഴിഞ്ഞ് അങ്ങോട്ടല്ലേ പോകേണ്ടത്. എപ്പോഴും എല്ലാം പിടിച്ച് തീർക്കുവാന്നോ? ഇക്ക ഞാൻ പറയുന്ന അത്ര കൊണ്ടുവന്നോ? അതൊക്കെ കൊണ്ടുവന്നു മോളെ. നമ്മള് വാ. ഇക്ക എപ്പോഴാ ഡ്രസ് എടുക്കാൻ പോകുന്നേ? ജസ്നയുടെ ചോദിക്കട്ടെ. ജസ്നയുടെ അഭിപ്രായം ചോദിച്ചിട്ട് പോവാം. നിങ്ങളാണോ ജസ്നയ്ക്ക് ഡ്രസ് എടുക്കാൻ പോകുന്നത്? ഞാനല്ലാതെ പിന്നെ വേറെ ആരെടുക്കാൻ? എപ്പോഴും ജസ്ന 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 എപ്പോഴും ജസ്നയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? അവക്ക് ഞാനല്ലാതെ പിന്നെ വേറെ ആരെടുത്ത് പറയാനാടി? അവൾ എന്റെ ഒരു പെങ്ങളല്ലേടി. അവക്ക് എടുത്ത് പറയണ്ട. നിന്റെ ഒരു കാര്യത്തിനും കുറവൊന്നുമില്ലല്ലോ. ജസീം ഏതായാലും വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് പോയി ഡ്രസ് എടുക്കാം. ഏതെങ്കിലും ഡ്രസ് കണ്ടു വെച്ചിട്ടുണ്ടോ? ആ ജസീം എവിടെ എത്താ? ജസീം അകത്തുണ്ട്. വാ കേറി വാ. പുതിയ മാപ്പിള വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. ഇക്കാക്ക് വിഷമമൊന്നുമില്ലല്ലോ? എനിക്കെങ്ങനെ കാണാൻ പറ്റതുകൊണ്ടാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അളിയനെ ഒന്ന് കാണട്ടെ. ഇത്ത പുതിയ പിള്ള എന്നാ വരുന്നേ? കല്യാണത്തിന് 2-3 ദിവസം മുന്നേ വരുള്ളൂ. അവന് ലീവ് കുറവാണേ. ആണോ? ഐഷ, നിനക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ? അൻവറിന് പറഞ്ഞു വെച്ചിരുന്ന പെണ്ണാണ് ജസ്ന. അവക്ക് താല്പര്യമില്ലാത്തോണ്ടല്ലേ? ഓ അത് സാരമില്ല, അതൊക്കെ കഴിഞ്ഞില്ലേ. നമുക്കിനി കല്യാണം അടിപൊളിയാക്കാൻ നോക്കാം. ഇത്ത ജസ്നയ്ക്ക് ഡ്രസ് എടുക്കാൻ പോയോ? ഇല്ല, ഇതുവരെ പോയില്ല. ജസീം ഇന്ന് വന്നല്ലേ ഉള്ളൂ. എന്തായാലും 2 ദിവസത്തിനകം എടുക്കാൻ പോകും. ഞാൻ ആയിഷയെ വിളിക്കും. തീർച്ചയായിട്ടും വരണം കേട്ടോ. ഐഷ, ഇനി എന്തായാലും കല്യാണം കഴിഞ്ഞ് പോവാൻ നിനക്ക്. ഒന്നില്ലെങ്കിൽ നിന്റെ ആങ്ങളയുടെ പൊന്നാര മോളല്ലേ? അയ്യോ അറിയാലോ, മാമിക്ക് സുഖമില്ലാതെ കിടക്കുന്ന അറിയില്ലേ. അതുകൊണ്ട് ഇനി പോയേ പറ്റുള്ളൂ. എന്തായാലും കല്യാണത്തിന്റെ തലേ ദിവസം ഞാൻ വരാം. ഓക്കെ? കുറെ നാൾക്ക് ഞാൻ ഈ മാല നോക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ആഗ്രഹിച്ച മോഡല് ഇതെങ്കിൽ എനിക്കൊക്കെ കൊണ്ടുവന്നല്ലോ. ഇത് നിനക്കല്ലടി ജസ്നയ്ക്കാകും. ഇല്ല, എന്ത് പറഞ്ഞാലും ജസ്ന ജസ്ന ജസ്ന. എനിക്ക് എന്താ കൊണ്ടുവന്നത്? നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്ത് പറഞ്ഞാലും ജിക്കായി ഒരു പെണ്ണറങ്ങി എല്ലാത്തിനും ഞാൻ ശരിയായി കൊടുക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഹലോ, ആ അമ്മച്ചി, ഇക്ക വന്ന്. എപ്പോഴത്തേം പോലെ തന്നെ പതിവൊന്നും തെറ്റിയിട്ടൊന്നുമില്ല. ജസ്നയ്ക്ക് തന്നെ എന്തോ സ്വർണ്ണമില്ലാതെ കൊണ്ടുവന്നു. കല്യാണത്തിന്റെ ഫുള്ള് അവക്കാണ് ഓർണമെന്റ്സ് എല്ലാം കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം അങ്ങനെ എന്നല്ലേ വേണം. നീ ഒന്ന് സമാധാനപ്പെടും. നമുക്ക് അവനെ നേരെയാക്കി എടുക്കാമെന്ന്. നീ ഒന്ന് സമാധാനപ്പെടും.
എമീര ഓ മോളെ കല്യാണ വിശേഷമൊക്കെ എന്തായി? ഓ എല്ലാം നടക്കണ കയറി വരും കയറി വരും കയറി വരും. നീ എന്തെങ്കിലും പിണങ്ങി കിടക്കുന്നു? എനിക്ക് പിണക്കൊന്നുമില്ല. നിനക്കറിയാവുന്നില്ലേ അവൾക്ക് വാപ്പയില്ലെന്നുള്ള കാര്യം? അവിടെ വാപ്പയില്ല എല്ലാം ഞാനല്ലേ. അതൊക്കെ എനിക്കറിയാം. നാളെ തുണി എടുക്കാൻ പോകണ്ടല്ലേ? നീ ഒന്ന് ഹാപ്പി ആയില്ലേ? എനിക്ക് കുഴപ്പമില്ല. പിണങ്ങിപ്പോകുന്നു. കല്യാണ തുണികളൊക്കെ ഒന്ന് എടുക്കണമല്ലോ. അതിനെന്താ ഇവിടെ ഇപ്പൊ പുതിയൊരു ഷോപ്പ് തുടങ്ങി. അവിടെയാണെങ്കിൽ ചെരുപ്പും തുണിയും എല്ലാം ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ എല്ലാം മേടിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ എടുക്കാടാ. എന്റെ മക്കളെ ഞാനും അത് തന്നെ പറയാൻ വന്നത്. നമുക്ക് അവിടെ നിന്ന് തന്നെ ആകുമ്പോ എല്ലാം കിട്ടുമല്ലോ. ഇന്ന് അവിടെ നിന്ന് എടുക്കാൻ ഇന്ന് എനിക്ക് പിന്നെ സമയമില്ല. എനിക്കൊരു 2-3 കൂട്ടുകാരെ കാണാനുണ്ട്. ഞാൻ കണ്ടിട്ട് നമുക്ക് നാളെ പോയി എടുക്കാം. നീ നാളെ ഇവിടെ കാണത്തില്ലേ? കാണാം. നീ ആഹാരം കഴിച്ചിട്ട് പോളെ. പോട്ടെ അമ്മ. ശരി, ഓക്കെ ഓക്കെ. പോട്ടെ അമ്മ. പാടാ. എനിക്കറിയത്തില്ല. നമ്മൾ നമ്മൾ ചോദിക്കും. എന്തുവാടാ? എന്തു പറ്റിയടി? ജസ്ന എവിടെ? മോളെ നീ വന്ന് അല്ലേടാ? എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. പൂജയ്ക്കുള്ളതാണ്. പെട്ടെന്ന് വാങ്ങിട്ട് വാടാ. പറയുന്നത് കേൾക്കുന്നായേ. എനിക്ക് ഇപ്പൊ തന്നെ സാധനം കിട്ടണം. പോയി വാങ്ങ്. മോളെ നീ കളിക്കല്ലേ? നീ അവനെ നിർത്ത്. മോളെ. അവൾക്ക് എന്ത് പറ്റും? അവൾ എന്തൊക്കെ കാണിച്ചു കിട്ടുന്നേ? എനിക്കറിയില്ല. ഇക്ക സംഭവം സീരിയസാ. ഇത് ബാധ കയറിയതെന്നാ തോന്നുന്നേ. ഈ സന്തോഷം അവിടെ പോയതാ? ഞാൻ ഒന്ന് വിളിച്ചു നോട്ടെ.
എൻ്റെ അമ്മ ഇവളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കണേ? അമ്മ ആ പറയടി മോളെ. ഇവിടെ ആകെ പ്രശ്നമാണമ്മ. അവളാണെങ്കിൽ ഒരുമാതിരിയില്ല ജിന്നളങ്ങാണെങ്കിൽ ഭ്രാന്തികളെ കണക്ക് കാണിക്കുന്നുണ്ട്. എനിക്കും ഒന്നിനും പറ്റുന്നില്ല. എന്നെ ഇങ്ങനെ എപ്പോഴും ഭയങ്കര ദേഷ്യമായിട്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് തുറച്ച് തന്നെ നോക്കുന്നുണ്ട് എപ്പോഴും. അത് തന്നെ നീ അവള് നിന്നെ തുറച്ചു നോക്കിയെങ്കിൽ നീ തിരിച്ച് തുറച്ചു നോക്കണം. പക്ഷെ എനിക്കറിയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന്. അമ്മ ഇപ്പഴാ വരിക? വൈകിട്ടെങ്കിലും ഒന്ന് വരണേ, അല്ലാണ്ട് എനിക്ക് ഒരു സമാധാനം കിട്ടൂല. ആ ഞാൻ വൈകുന്നേരം വരാം മക്കളെ, വന്നിട്ട് നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, നീ ഫോൺ വെച്ചോ. ആ ശരി അമ്മ. ജസീമേ, എടാ ജസീമേ, നിങ്ങൾ എവിടെ പോയി കേട്ടാ? ഇത്ര നേരം വിളിക്കുന്നത്. എനിക്ക് ചോടെ കാര്യം പറ ജസീമേ, നീ വാ. എടാ ജസീമേ, ഞാൻ പേടിച്ചോടിയതല്ലടാ. ഈ അവസ്ഥ എനിക്ക് മനസ്സിലായി. ബാധ കയറിയതാ. ഇത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. നമ്മ കാനൂപ്പുറ മന്ത്രവാദിയുണ്ട്, പുള്ളിക്കാരനെ കണ്ട ഈ ബാധ പെട്ടെന്ന് മാറും. നീ പെട്ടെന്ന് അതിൻ്റെ അവസ്ഥ പെട്ടെന്ന് റെഡി ആയിട്ട് വാ. നീ ഇവിടെ നിൽക്കണേ, ഞാൻ ഉമ്മയും കൂടെ ഒന്ന് പോയിട്ട് വരാം. കേട്ടോ? ഇവിടെ കാണേ. ഈ മുട്ട ഇങ്ങനെ പൊടിച്ചു നമ്മൾ കുടിക്കും. കൊടുക്കാനല്ലേ മന്ത്രവാദി പറഞ്ഞത്. കൊടുത്തു നോക്കാം. കൊടുക്കാം. പൊടിച്ചൊടിക്കട്ടോ. മോളെ രസന ഇത് കുടിക്കും. എപ്പോഴാണ് സംഭവിച്ചത്? എനിക്കൊന്നും അറിഞ്ഞൂടെ. ഇതെന്താ ഏതാ എൻ്റെ പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് സംഭവിക്കണമെന്ന് എനിക്കൊരു പിടിയുമില്ല. ഇത്ത, നമ്മുടെ കുട്ടിക്ക് ആരെങ്കിലും കൂടോത്രം ചെയ്താണോ ഇത്ത? ജസ്ന ഇപ്പൊ എവിടെയുണ്ട് ഇത്ത? അവൾ ആ മുറിയിലെങ്ങനെ ഉണ്ടോ? നമുക്ക് പോയി നോക്കിയിട്ട് വന്നാലോ? നീ കാരാടി മോളെ, പോയിന്റെ മുന്നിൽ ഇത് കാര്യം വലിയ പ്രശ്നമാണല്ലോ. ഇത്താ, നമ്മുടെ വീട്ടിന്റെ അടുത്തൊരു ഉസ്താദുണ്ട്, നമുക്ക് വിളിച്ചാലോ ഇത്താ? അത് ഏത് ഉസ്താദാണ്? എന്റെ വീട്ടിന്റെ അടുത്തുണ്ടോ ഇത്താ? ഞാൻ സ്ഥലം പറഞ്ഞു തരാം, പോയി കണ്ടാൽ മതി.
ആ ഏതായാലും ജസീമിനെ വിളിക്കാം. ജസീമുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇത്രയും വേഗം അയാളെ പോയി കാണാം. എടി അതുമല്ല, ഇന്നലെ നമ്മുടെ അപ്പുറത്ത് സന്തോഷ് പറഞ്ഞിട്ട് ഒരു പൂജാരിയെ പോയി കണ്ടു, ഒരു മന്ത്രവാദിയെ പോയി കണ്ടേ. അയാളൊരു മുട്ട പൂജിച്ചൊക്കെ തന്നു അവൾക്ക് കൊടുക്കാൻ. അവളതെല്ലാം തട്ടിപ്പറിച്ച് കളഞ്ഞു. മന്ത്രവാദിയെ പോയി കണ്ടിട്ട് കാര്യമില്ലത്താ, നമുക്ക് ഉസ്താദിനെ പോയി കാണാം. എന്നാ പിന്നെ അഴിക്കണ്ട, ഇന്ന് തന്നെ പോയി കണ്ടാലോ? തീർച്ചയായിട്ടും ഇത്രയും പെട്ടെന്ന് പോവാല്ലേ, ഉസ്താദിനെ കാണാം. ബിസ്മില്ല, നിങ്ങളുടെ പ്രശ്നം ഒരു ഗൗരവമാണ്. സാരമില്ല, പരിഹാരമുണ്ട്. അതെ, അടുത്ത ആഴ്ച അവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് നമ്മളിവിടെ ഉസ്താദിനെ കാണാനെത്തിയിരിക്കുന്നത്. ഒരു മതിയായ പരിഹാരം കണ്ടെത്തി തരണം. ഇതിൽ എഴുതിയിരിക്കുന്ന സാധനം ഒന്ന് വാങ്ങണം. ഈ സാധനങ്ങളൊക്കെ നമ്മൾ എവിടുന്ന് മേടിക്കാനാണ്? നമ്മളെ കൊണ്ട് പറ്റത്തില്ല മേടിക്കാൻ. പുറത്തുനിന്ന് വാങ്ങാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. സാരമില്ല, ഞാൻ വാങ്ങിക്കൊള്ളാം. ഇത് പുറത്തുനിന്ന് വാങ്ങുന്നെങ്കിൽ ഒരു 30,000 രൂപ ആവശ്യം. എനിക്കൊരു 16,000 രൂപ തന്നാൽ മതി. ഉസ്താദ്, അതിന് ഞങ്ങള് കാശായിട്ട് കയ്യിലൊന്നും കൊണ്ടുവന്നിട്ടില്ല ഉസ്താദ്. അതിനെന്താ, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി. മോനെ, നിന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ വേഗം ഉസ്താദിന്റെ നമ്പർ ചോദിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. നമ്പർ എന്ന് പറയാമോ? സെൻഡ് ആയിട്ടുണ്ട് സാർ. ആ വന്നു. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിക്കും. ശരി ഉസ്താദേ. അസ്സലാമു അലൈക്കും. നീ വാ, നിനക്ക് എന്താ ഇത്ര പേടി? നമ്മളെ കൊച്ചല്ലേ ഇത്. രാവിലെ തൊട്ട് അവൾ ഒരു വക കഴിച്ചിട്ടില്ല. ഒരു ഗ്ലാസ് പാലെങ്കിലും കൊടുക്കട്ടെ. മോളെ ജസ്ന, നീയൊക്കെ ഏതാടി? എനിക്കിന്ന് രാത്രി ചുട്ട കോഴി വേണം. പോ, വേഗം റെഡിയാക്കൊണ്ട് വാ. അല്ലാ, എന്റെ പഠിച്ചോനെ, എന്റെ കൊച്ചിന് എന്തൊക്കെയാ സംഭവിക്കണം റബ്ബേ. എനിക്കൊന്നും കാണാൻ വയ്യ. അവള് നിന്നെ തുറച്ചു നോക്കിയെങ്കിൽ നീ തിരിച്ചു തുറച്ചു. നീ എന്തൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ലല്ലോടി. നീ എന്തോ ചെയ്യാ? എന്തെങ്കിലും വഴിയല്ലോ ഉണ്ടോടി? ഇതും ഉണ്ടായിരിക്കും. നീ ഇത് ഉണ്ടാക്ക. നീ എന്താ ഇങ്ങനെ നോക്കുന്ന? ആൻസി ഇപ്പൊ എന്നാ വല്ലാതെ തിരിച്ചു നോക്കുന്നമ്മ. ചോദിച്ചിട്ടൊന്നും പറയുന്നതുമില്ല. എന്തൊക്കെയായി വീട്ടിൽ നടക്കുന്നേ? ഞാനിനി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ലല്ലോ റഹ്മാനെ. മോളെ മോനെ, 2 ദിവസം കഴിഞ്ഞല്ലോ. ആ ഉസ്താദിനെ നമ്മൾ വിളിക്കാൻ പറഞ്ഞല്ലേ? പൈസ വാങ്ങിച്ച് 10-16,000 രൂപ. നീ ഒന്ന് വേഗം വിളിച്ചേ. ഞാൻ വിളിക്കാം. അസ്സലാമു അലൈക്കും. ഉസ്താദേ, 2 ദിവസം മുമ്പ് ഞങ്ങൾ അവിടെ വന്നായിരുന്നു എന്റെ പെങ്ങളുടെ കാര്യം സംസാരിക്കാനായിട്ട്. നിങ്ങൾ വന്നായിരുന്നു എൻ്റെ വീട്ടിൽ? എനിക്ക് ഓർമ്മയില്ലല്ലോ. പൈസയൊക്കെ തന്നായിരുന്നു. ഞാൻ നോക്കട്ടെ, ഞാൻ വിളിക്കാം. നോക്കിട്ട് വിളിക്കാന്ന് പറഞ്ഞു. നോക്കിന് വിളിക്കാനാ? എന്തിന്? 16,000 കൊടുത്തല്ലേ? എന്തിനാവശ്യത്തിന്? ഇങ്ങനെ വിളിക്കാന്ന് പറഞ്ഞില്ല? എപ്പോഴും കുറഞ്ഞു വിളിച്ചാണ് ഇങ്ങോട്ട്. സ്വിച്ച് ഓഫ് പറയുന്നു. സ്വിച്ച് ഓഫാ? എനിക്കെന്തോ സംശയമുണ്ട്. ഇങ്ങനെന്തോ ഉടായിപ്പാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയാലെന്തോ. ഇങ്ങനെ പോവാം. നോക്ക്, വീട് വാടകയ്ക്കെന്നുള്ള ബോർഡ് വെച്ചിരിക്കുന്നു.
ഉസ്താദൊന്ന് വിളിച്ചോക്കി. നോക്കട്ടെ പൈസ 16,000 എണ്ണി കൊടുത്തത്. ഞാൻ ഏയ് വിളിക്കട്ടെ വിളിക്ക്. ഞാൻ വിളിക്കട്ടെ വിളിക്ക്, വേഗം വിളിക്ക്. ഇപ്പോഴും സ്വിച്ച് ഓഫ് അമ്മ പറയുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇയാളൊക്കെ ഉടായിപ്പാണ്, ഇയാളെ കള്ളന്മാരാണെന്നേ. പൈസയെ വാങ്ങിച്ചിട്ട് മുങ്ങുകയും ചെയ്തല്ല. ഒരു കാര്യം പോലീസ് പരാതി കൊടുത്താലെന്ത്? വേണ്ടേട്ടാ, ഇനി കേസൊന്നും കൊടുക്കണ്ട, അതെനിക്ക് കുടുംബത്തിൽ പ്രശ്നമാവും. അവനോട് കള്ള ചോദിച്ചോ. വാ നമുക്ക് മറ്റെന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. മോനെ, ഞാൻ പറഞ്ഞ തങ്ങളെ ഒന്ന് വിളിച്ചാൽ മതി, എല്ലാം ശരിയാക്കി തരും. ജസീമേ, എന്നാ തങ്ങളിനെ ഇന്ന് തന്നെ വിളിച്ചാലോ? ഞാൻ വിളിക്കാം. റോഡിന്റെ പണി നടക്കോ? കുറച്ച് ദൂരം ഉണ്ട്, കൊണ്ട് നടന്നു വരാം. ആയിക്കോട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാ പിന്നെ നമുക്ക് പോയാലോ? അനിയത്തെ ആ റൂമില് ഇതിലുള്ള സാധനങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിനെ എത്തിക്കണം. ഇന്ന് എന്നെ പരിഹാരം ചെയ്യണമെന്നാണ് തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ പ്രശ്നമാവേ. പിന്നെ തങ്ങൾക്ക് വിശ്രമിക്കുക, ഒരു മുറി വേണം. താങ്കൾ ആ റൂമിൽ വിശ്രമിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട്.
കോഴിക്ക് ജീവനുണ്ടോ എന്ന് നോക്കൂ. കോഴിക്ക് ജീവനുണ്ടെങ്കിൽ ജീവനുണ്ടെങ്കിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി. തങ്ങളെ ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ? ഇനി ഒരു കുഴപ്പമില്ല. ഒരു പണി കൂടെ ബാക്കി. അല്ലാ, നീ എന്റെ ദുആ കേട്ടു പഠിച്ചവനെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, സിഹർ എന്ന് പറയുന്നത് മഹാപാവമാണ്. ഇത് ചെയ്യുന്നവനെ പടച്ചോൻ ശപിച്ചിരിക്കുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്സലാം. തങ്ങളെ ഇത് ചെയ്തത് ആരാ പറയുന്നത്? ഇത് ചെയ്തയാൾക്ക് ഇതിന്റെ തിരിച്ചടി കിട്ടിയിരിക്കും.